ആഗോള സീറോ മലബാർ സഭയുടെ വലിയ ഇടയനായി മാർ റാഫേൽ തട്ടിൽ പ്രഖ്യാപിക്കപ്പെട്ട ചരിത്ര മുഹൂർത്തത്തിന് ലോകം സാക്ഷ്യം വഹിച്ചപ്പോൾ അവിടെ തെളിഞ്ഞത് സീറോ മലബാർ സഭാ സിനഡിന്റെ രഹസ്യാത്മകതയും കെട്ടുറപ്പും കൂടിയായിരുന്നു. പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ തികച്ചും ജനാധിപത്യപരമായി സിനഡ് പിതാക്കന്മാർ പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ നടത്തിയ വോട്ടെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും നടപടികളും ആദ്യന്തം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുചെവിയറിയാതെ ഏറ്റവും ഭദ്രതയോടെ രഹസ്യമായി കൈകാര്യം ചെയ്യപ്പെട്ടു എന്നത് തിരഞ്ഞെടുപ്പിൽ വെളിപ്പെട്ട ദൈവിക ഇടപെടലിന്റെയും സ്വർഗീയ ആലോചനയുടെയും തെളിവാണ് എന്ന് നിസ്സംശയം പറയാം. ദൈവം തങ്ങളെ ഏൽപ്പിച്ച സഭയുടെ മേൽപ്പെട്ട ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടേണ്ട ഇടയശ്രേഷ്ഠനെ പൂർണ്ണമായി ദൈവഹിതപ്രകാരം മാത്രം തിരഞ്ഞെടുക്കാനും അതിൽ സിനഡിന് പുറത്തുള്ള ഒരു ബാഹ്യ ഇടപെടലുകൾക്കും ഇടം കൊടുക്കാതിരിക്കാനുമുള്ള സിനഡ് പിതാക്കന്മാരുടെ വിശ്വസ്തതയും ആത്മാർത്ഥതയും തികച്ചും പ്രശംസനീയമാണ്. സീറോ മലബാർ സഭയുടെ നേതൃസ്ഥാനത്തു നിന്നും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി വിരമിച്ചതു മുതൽ പുതിയ ആർച്ച് ബിഷപ്പിനെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾ സജീവമായി പടരുന്നുണ്ടായിരുന്നു. ജനുവരി 8 സിനഡ് ആരംഭിച്ചതോടെ സീറോ മലബാർ തലവൻ എന്ന പദവിയിൽ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാത്ത വളരെ കുറച്ച് ബിഷപ്പുമാരിൽ ഒരാളാണ് ഒടുവിൽ പ്രസ്തുത സ്ഥാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. ഹ്രസ്വമായ വാക്കുകളിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാർ റാഫേൽ തട്ടിൽ പിതാവാണെന്ന് മാർ മാത്യു മൂലക്കാട്ട് പ്രഖ്യാപിച്ച നിമിഷം വരെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഊഹാപോഹ തരംഗങ്ങൾ ഒരു നിമിഷം കൊണ്ടാണ് മാറിമറിഞ്ഞ് തട്ടിൽ പിതാവിന്റെ മാസ് എൻട്രി സീറോ മലബാർ വിശ്വാസികളെ ആകമാനം ആഹ്ലാദ തിമിർപ്പിൽ ആഴ്ത്തിയത്. സഭയുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും അവയിലുള്ള സഭയുടെ നിലപാടുകളെപ്പറ്റിയും എടുത്തുചാടി ഊഹാപോഹങ്ങളും വ്യാജവാർത്തകളും പ്രചരിപ്പിക്കുന്ന പല മാധ്യമങ്ങൾക്കും കനത്ത തിരിച്ചടിയായിട്ടാണ് മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള സീറോ മലബാർ സിനഡ് പ്രഖ്യാപനം പുറത്തുവന്നിരിക്കുന്നത്. നാളുകളായി പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പിന് സ്വർഗം നൽകിയ മറുപടിയായി കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കുള്ള ഉത്തരമായി വന്ന തട്ടിൽ പിതാവിന്റെ മേജർ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപനം സഭയിലും ചരിത്രത്തിലുമുള്ള കർത്താവിന്റെ സർവാധിപത്യത്തിന്റെ ജീവിക്കുന്ന അടയാളമായി മാറിയിരിക്കുകയാണ്.